നമ്മുടെ തിരുവമ്പാടി നാട് മലയോര മേഖലയെ കത്തിച്ച 3 ദിവസങ്ങളായിരുന്നു കഴിഞ്ഞു പോയത്. ബസ്സിൽ പോകുന്നവരും വണ്ടിയിൽ പോകുന്നവരൊക്കെ ഇങ്ങനെ നിർത്തി നോക്കുകയായിരുന്നു. ഇതെന്താ പരിപാടി, കലോത്സവം വല്ലതും ആണോ? സ്കൂൾ കലോത്സവങ്ങൾ പോലും സംസ്ഥാന തലങ്ങളിൽ അവസാനിക്കുമ്പോൾ നമ്മുടെ SSF നടത്തുന്ന സാഹിത്യോത്സവം സംസ്ഥാന തലം കഴിഞ്ഞ് ദേശീയ തലത്തിലേക്ക് വ്യാപിച്ചു എന്നുള്ളത് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഓരോരുത്തർക്കും നൽകുന്ന വലിയൊരു സന്തോഷം കൂടിയല്ലേ. ഞാൻ ഒരിക്കലും സ്കൂൾ കലോത്സവങ്ങളൊന്നും കുറ്റപ്പെടുത്തിയല്ലോ, ഞാൻ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും നമുക്കറിയാലോ സ്കൂൾ കലോത്സവങ്ങൾക്കൊക്കെ ലിമിറ്റ് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഓരോ സംസ്ഥാനങ്ങളിലും വ്യത്യസ്ത ഭാഷ, സംസ്കാരം, കല തുടങ്ങിയവയൊക്കെ ആകുമ്പോൾ അതൊരു വലിയ പ്രയാസമാണല്ലോ. അതുകൊണ്ടായിരിക്കാം അങ്ങനെ ആക്കാത്തത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും 3 ദിവസത്തെയും പരിപാടി ശ്രവിക്കാൻ വന്നവർക്കറിയാം, ആ പരിസരത്തുള്ള ഏകദേശം ആളുകളൊക്കെ വണ്ടിയിൽ പോകുന്നവരൊക്കെ നിർത്തി എന്താണ് ഇത്രയും മനോഹാരിതമായ ശബ്ദങ്ങൾ കൊണ്ട് തീർക്കുന്ന പരിപാടി എന്താണെന്ന് അറിയാനും അതിലുപരി ഇത്രയും നല്ല കഥകളും കവിതാ സമാഹാരങ്ങളൊക്കെ എന്താണെന്ന് അറിയാൻ വേണ്ടി ഒരുപാട് ആളുകൾ എത്തി. സഹോദര മതസ്ഥരെല്ലാവരും വണ്ടി നിർത്തി ശ്രവിച്ചവരൊക്കെ. ഞാൻ രാത്രി നടന്ന നഷീദ, ഖവാലി, പിന്നെ അറബൻമുട്ടി, ഇതൊന്നും ഒരു രക്ഷയില്ലായിരുന്നു. അടിപൊളി പരിപാടികൾ. ജഡ്ജസ് പോലും കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും ആർക്കാണ് മാർക്ക് കൂടുതൽ കൊടുക്കുക. എല്ലാം ഒന്നിനൊന്നും വെച്ചെന്നേ പറയാൻ പറ്റുള്ളൂ. നമ്മളെ നാട്ടുകാരനാണ്, മോനെ അടിപൊളിയാണ്. തിരുവമ്പാടി സെക്ടറിന് വേണ്ടി നഷീദ ഖവാലിയിലാണ് ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ടീം ഖവാലിക്ക് കഴിഞ്ഞ വർഷം സ്റ്റേറ്റ് സാഹിത്യോത്സവത്തിൽ പോയിട്ട് എന്തൊക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ എന്തായാലും പരിപാടി ഭംഗിയായി കഴിഞ്ഞിട്ടായി. എല്ലാവർക്കും സന്തോഷം.